ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഉപ്പയും ജ്യേഷ്ഠനും ഞാനും പെങ്ങളും വാരി തിന്നും. അവസാനമാണ് ഉമ്മ കൂടുക. വിശപ്പ് കാരണം അറിയാതെ ഞങ്ങൾക്ക് സ്പീഡ് കൂടിപ്പോകും. ഞങ്ങൾ തിന്നാൻ വേണ്ടി ഉപ്പ സ്പീഡ് കുറക്കുന്നതുമാകാം. ഉള്ളത് ഉപ്പയും മക്കളും കഴിക്കട്ടെ എന്നു കരുതിയാണ് വേറെ പണികളുണ്ടെന്ന് വരുത്തി ഉമ്മ അവസാനം കൂടുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഉപ്പയാകട്ടെ ഞങ്ങളെ തീറ്റിപ്പിക്കുകയും ചെയ്യും. പകലന്തിയോളം പണിയെടുത്തു വരുന്ന ഉപ്പയുടെ വിശപ്പ് ഞങ്ങൾക്കറിയില്ലല്ലോ. ഉപ്പാക്കും തിന്നാൻ അല്പം കരുതി വെക്കണമെന്ന് ഉമ്മയാണ് ഒരു ദിവസം ഓർമ്മപ്പെടുത്തിയത്. അന്ന് രാത്രി ഞങ്ങളെല്ലാം ഒരേപോലെ സ്പീഡ് കുറച്ചു. 3-4 ഉരുള തിന്ന ശേഷം ഭക്ഷണം മതിയെന്ന് വരുത്തുകയും ചെയ്തു. ഉപ്പക്കിത് തീരെ പിടിച്ചില്ല. എന്തോ പന്തികേടുണ്ടെന്ന് ഉപ്പ എളുപ്പത്തിൽ മനസ്സിലാക്കി. ഞാനും പെങ്ങളും ചെറിയ കുട്ടികളാണ്. എന്താണ് കഴിക്കാത്തതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയുടെ നിർദ്ദേശം വെളിപ്പെടുത്തേണ്ടി വന്നു. അത് കേട്ടതോടെ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞു. ഉമ്മ പറയുന്നതൊന്നും കാര്യമാക്കേണ്ടെന്നും നന്നായി ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് വീണ്ടും തീറ്റിച്ചു. ഉപ്പ തന്നെ ഉരുളയാക്കി വായിലിട്ടു തന്നു. ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയരുതായിരുന്നു എന്ന ബോധം ഞങ്ങൾക്കില്ലല്ലോ. അന്നത്തെ ആ രാത്രി ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കെപ്പോഴും ഒരു വേദനയാണ്. ഉമ്മ പറഞ്ഞ കാര്യം ഉപ്പയോട് പറയാതിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഉപ്പയുടെ വയറ് നിറയുമായിരുന്നല്ലോ എന്നോർക്കുമ്പോൾ ഇപ്പോഴും നട്ടെല്ലിലൂടെ ഒരു മരവിപ്പ് പായും.